ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടുവളപ്പിലൂടെ ഒരിത്തിരി നേരം നടക്കുമ്പോൾ കൂടെ നിങ്ങളെയും കൂട്ടാമെന്ന് വിചാരിച്ചിട്ടാണ്. രാവിലെ ആയിരുന്നു, ചെറിയ മഞ്ഞ് വീഴ്ച ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് വീട്ടുവളപ്പിലൂടെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതായിരുന്നു. സാധാരണ ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ വീട്ടുവളപ്പിലൂടെ നടക്കാറുണ്ട്. പൂക്കൾ വരുന്നതും പുതിയ ഇലകൾ വരുന്നതും ഇതൊക്കെയാണ് എൻ്റെ ഒരു സന്തോഷം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഹോം ഗാർഡൻ എന്നത് ഞാൻ കൊടുത്തത് എൻ്റെ പ്രത്യേകിച്ച് പൂക്കളുള്ള ചെടികളൊന്നുമല്ല ഞാൻ കാണിക്കുന്നത്. എൻ്റെ വീട്ടുവളപ്പിലെ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നിങ്ങളിൽ ചിലരെങ്കിലും എന്നെപ്പോലെ ഇതൊക്കെ കാണാൻ ആഗ്രഹമുള്ളവരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുകയാണ് കേട്ടോ. ഇതാണ് എൻ്റെ വീടിൻ്റെ ഒരു വശം. ഈ ഒരു ഭാഗത്ത് കുറച്ച് തൈകളൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു വരിക്കപ്ലാവാണ് കേട്ടോ. ഈ വരിക്കപ്ലാവിൽ വെറ്റില വളർത്തിയിട്ടുണ്ട്. ഇവിടെ ആരും വെറ്റില ഉപയോഗിക്കാറില്ലെങ്കിലും ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വളർത്തിയതാണ്. ഈ മരങ്ങൾ ഇങ്ങനെ പടർന്ന് പന്തലിച്ചിട്ടിരിക്കുകയാണ്. ഇത് ഒരു അവക്കാഡോൻ്റെ മരമാണ്. ഇത് വളഞ്ഞിരിക്കുകയാണ്, കാരണം ഇതിന് സൂര്യപ്രകാശം കിട്ടാത്തത് കൊണ്ട് കിട്ടുന്ന ഭാഗത്തോട്ട് ചാഞ്ഞിരിക്കുകയാണ്. ഇത് ഹൈഡ്രേഞ്ചിയ പ്ലാന്റ് ആണ്. ഫ്ലവർ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊക്കെ പോയെങ്കിലും ഈ ഇലകൾക്ക് കണ്ടില്ലേ, നല്ല ഒരു മഞ്ഞ് വീണിട്ട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നില്ലേ. പൂക്കളുമുണ്ട്. കൂടുതൽ ചെടികളൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ പുതിയ പൂക്കൾ വരുന്നതും അതുപോലെ മൊട്ട് വരുന്നതുമൊക്കെ കാണാൻ നല്ല രസമാണ്. ഇത് നമ്മുടെ ആകാശ താമര. ഞാൻ ഇതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല വളർന്നിട്ടുണ്ട്, നല്ല വലുതായിട്ടുണ്ട്. ഓരോ ആകാശ താമരയും നല്ല വലുതായിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ കണ്ട നല്ല തെളിഞ്ഞിരിക്കുന്നുണ്ട്. ഇതിൽ ഗപ്പി ഫിഷ് ഉണ്ട്. ഇതിന് അരികിലായി ഞാനൊരു ചെടി നട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ ചെറിയ പൂക്കളുണ്ടാവും, എപ്പോഴും പൂക്കളുണ്ടാവും. ഇതെനിക്ക് വളരെ ഇഷ്ടമാണ് കാണാൻ. ഇതിൻ്റെ ഒരു ചെറിയ കട്ടിങ്സ് മതി കേട്ടോ, ഇതുപോലെ വളർത്തിയെടുക്കാം. ഇത് മറ്റൊരു പ്ലാന്റാണ്. ഈ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഇങ്ങനെ വെച്ചതാണ്, ഈ ഒരു തണ്ട് വെച്ചതാണ്. ഇത് നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിന് ഞാൻ ഒന്നും ചെയ്യാറില്ല, നനച്ച് കൊടുക്കാറ് പോലുമില്ല. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഇലകൾക്ക് നല്ലൊരു പിങ്ക് കളറൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമുക്കെപ്പോഴും ഒരു സന്തോഷമാണ് കാണുമ്പോൾ. ടേർട്ടിൽ വൈൻ ഇങ്ങനെ ഒരു പഴയ പാത്രത്തിൽ, ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇങ്ങനെ നട്ടിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ താഴോട്ട് വന്നിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് ഞാൻ വളമൊന്നും ചേർക്കാറില്ല. ഇത് ഞാൻ ഒഴിവാക്കിയ ഒരു ചെടിയായിരുന്നു. ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് കലാത്തിയുടെ മറ്റൊരു വെറൈറ്റി. ഇത് പോട്ട് നിറഞ്ഞപ്പോൾ ഞാൻ വീട്ടുവളപ്പിലോട്ട് മാറ്റി നട്ടതാണ്. ഇത് പോട്ട് നിറഞ്ഞിട്ട് പോട്ട് മുഴുവൻ പൊട്ടി അങ്ങനെ നട്ടു കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെ വല്ലാത്ത ചീവീടിൻ്റെ സൗണ്ട് ഉണ്ട് കേട്ടോ. നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെന്നറിയാം. ഞാനിത് ഡിലീറ്റ് ചെയ്യാനൊന്നും നിന്നിട്ടില്ല. ഇത് ഈ ഒരു രാവിലെ ഇങ്ങനെയാണ്, ചീവീടിൻ്റെ വല്ലാത്ത ഒരു ശബ്ദമായിരിക്കും. എനിക്ക് അത് അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല. ഇലകളൊക്കെ നല്ല മഞ്ഞ് വീണിട്ട് ഒരു നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ടല്ലേ. ഇതൊരു കുരുമുളക് വള്ളി. ചെടികളിൽ നിന്നും പൂക്കളൊക്കെ ഇങ്ങനെ വിടർന്ന് വരുന്നതേ ഉള്ളൂ. രാവിലെ ഒരു 8 മണി കഴിയുമ്പോഴേക്കും ഈ പൂക്കളൊക്കെ ശരിക്കും വിടർന്ന് വരും. ഇതിൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട്, ശരിക്കും വിടർന്നിട്ടില്ല കേട്ടോ. ക്രീപ്പിംഗ് ചാർലി ഇലകളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് കലാത്തിയുടെ മറ്റൊരു പ്ലാന്റ് ആണ് കേട്ടോ. പോട്ട് നിറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ വീട്ടുവളപ്പിലോട്ട് മാറ്റി വെച്ചു. ഇവിടെ ലക്കി ബാമ്പു, ഡിന്നർ പ്ലേറ്റ് അരേലിയ ഇതൊക്കെ കാണാം.
കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പിന്നെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. മുൻപ് ഞാൻ ഈ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ചെടിയിൽ ഇങ്ങനെ ഒരു തളിരില വന്നത് കണ്ടോ, എന്തൊരു ഭംഗിയാണെന്ന് നോക്കിക്കേ. നല്ലൊരു കളറൊക്കെ ആയിട്ട് ഇതിന് പൂക്കളും വന്നിട്ടുണ്ട്. ഇതൊക്കെ രാവിലെ ഇങ്ങനെ നോക്കൂട്ടോ, ഞാൻ ഡെയിലി ഇങ്ങനെ വീട്ട് വളപ്പിലോട്ട് ഇറങ്ങിയിട്ട് എന്തൊക്കെയാണ്, ഏതൊക്കെ ചെടികളിൽ ഇലകൾ വന്നു, അതേപോലെ ഏതൊക്കെ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്, അതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. പുതിയ പഴങ്ങൾ ഉണ്ടാവുന്നതും അതൊക്കെയാണ് ഒരു സന്തോഷങ്ങൾ. ചിലരൊക്കെ വിചാരിക്കും എന്താണ് ഇതൊരു വട്ട്, പക്ഷേ എൻ്റെ ഒരു സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. വെറൈറ്റി കളറുകളിലാണ് ഈ ചെടികളൊക്കെ ഉള്ളത്. കണ്ടില്ലേ, ഇത് മുളക് തൈകളാണ് കേട്ടോ. ഇത് ഞാൻ പെയിൻറ് ടിന്നിൽ ഇങ്ങനെ വളർത്തിയിട്ടിരിക്കുകയായിരുന്നു. ഈ വളമൊക്കെ ശരിക്കും കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലെപ്പോഴും മുളകുകൾ ഉണ്ടാവും. ഞാൻ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ഇതിൽ നിന്നാണ് പറിച്ചെടുക്കാറ്. ഇതൊരു റോസാപ്പിളിൻ്റെ ഒരു തൈ നട്ടതാണ്. നല്ല ഒരു പ്ലാന്റായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. കണ്ടില്ലേ, പുതിയ ഇലകളൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ ഹൈറ്റ് വെച്ചാലേ ഇതിൽ പഴങ്ങളൊക്കെ ഉണ്ടാവാറുള്ളൂ. ഇതിൽ ഉണ്ടാവാനൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. ലക്കി ബാമ്പുവിൻ്റെ ഒരു വെറൈറ്റി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒരു മാവിൻ്റെ ഇത് കാണുന്നില്ലേ, മാവിൻ്റെ ചില്ലകൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അതുപോലെ ഇതില്ലേ ഗ്രാമ്പൂവിൻ്റെ ഇതൊരു തൈ നട്ടതാണ്. ഇത് നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട്. ഇതിൽ ഉണ്ടാവാറുണ്ട് ഗ്രാമ്പൂ. ഞങ്ങൾ പറിച്ചു, ഒരു പ്രാവശ്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ ഈ സൂര്യപ്രകാശം കുറച്ചേ ലഭിക്കുന്നുള്ളൂ. ഇങ്ങനെ മരങ്ങൾ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നത് കൊണ്ട്, അതുകൊണ്ട് തന്നെ കായ്ഫലങ്ങളൊക്കെ കുറവായിരിക്കും. അതുകൊണ്ട് ഞാൻ ടെറസിന് മുകളിലോട്ട് കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ് മാറ്റി നട്ട് കൊടുത്തിട്ടുണ്ട്. അത് ശരിയായിട്ടില്ല. അത് നിങ്ങൾക്ക് പിന്നെ എങ്ങനെയാണ് നടുന്നതെന്നൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പഴങ്ങളൊക്കെ ആകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇവിടെ കുറച്ച് സ്നേക്ക് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. കുറച്ച് ദൂരെയായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളതാണ്. പഴയ ഒരു ചട്ടിയാണിത്. ഇതിനി മാറ്റി നടാൻ സമയമായിട്ടുണ്ട്. 2 വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ കാണുന്നത് സപ്പോട്ടയുടെ മരമുണ്ട്. അതുപോലെ അവക്കാഡോൻ്റെ മരമാണ് ആ കാണുന്നത്. അവക്കാഡോ ആണും പെണ്ണും ഉണ്ട്. അത് നല്ല പടർന്ന് നല്ല ഹൈറ്റിൽ വളർന്നിട്ടുണ്ട്. ഇത് സപ്പോട്ടയാണ് കേട്ടോ. ഇതിലും നിറയെ കായ്കൾ ഉണ്ടാവാറുണ്ട്. കിളികളാണ് കൂടുതൽ കഴിക്കാറ്. ഞങ്ങൾക്ക് അങ്ങനെ കിട്ടാറില്ല. ഇവിടെ കൂടുതലും കിളികളായിരിക്കും. ഇങ്ങനെ മരങ്ങൾ ഇങ്ങനെ നിറഞ്ഞത് കൊണ്ട് പിന്നെ ഞങ്ങളതത്ര ശ്രദ്ധിക്കാറില്ല. എപ്പോഴും കിളികളായിരിക്കും. ചാമ്പയായാലും ചാമ്പക്കയും ഉണ്ടാവും. അപ്പോഴും കിളികൾ തന്നെയാണ് കഴിക്കുക. ഇതിങ്ങനെ പടർന്ന് പന്തലിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇത് ബഡഡ് തൈയാണ്. ഏകദേശം ഒരു 5 വർഷമായിട്ട് ഈ ഒരു ബഡ് തൈ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നിറയെ കായ്കളും ഒരു 2 വർഷത്തോളമായിട്ട് നിറയെ കായ്കൾ ഉണ്ടാവാറുണ്ട്. ഇതൊരു കവുങ്ങും തൈയാണ്. കവുങ്ങ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കിളിയടക്ക, ഒരു കുഞ്ഞടക്കയില്ലേ, കിളിയടക്ക എന്ന് പറയുന്ന ഒരു ചുവപ്പ് ചെറിയ മാതിരി ഇരിക്കുന്ന ആ ഒരു അടക്ക ആണ് ഈ ഒരു സൈഡിലൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ വീട്ടു വളപ്പിലൊരു മയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എനിക്ക് കാണാൻ നല്ല ഇഷ്ടമാണ് ഈ മയിലിനെ. അപ്പോൾ ഇതിങ്ങനെ
വീട്ടു വളപ്പിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഞാനും പിന്നാലെ പോയി വീഡിയോ എടുത്തു. അതും കൂടെ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നു നിങ്ങളിൽ ചിലരെങ്കിലും ഇതൊക്കെ ഇഷ്ടപ്പെടുമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിലും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റ് അറിയിക്കുക. അപ്പോൾ ഇതൊരു പൂമ്പാറ്റ ഇങ്ങനെ പറന്നു പോകുമ്പോൾ ഞാൻ അതും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. നിന്ന് തരുന്നില്ല, അത് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പറന്ന് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി.